ഹൈദരാബാദ് സ്വദേശിയ അലീമിൻ്റെ ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട യൂസുഫായി അറിയുകയും ഇതിൽ ഇടപെട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാനും ആളെ ഇവിടെ നിന്ന് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കയറ്റി അയക്കുവാനുള്ള ഇൻസ്ട്രക്ഷൻ യൂസുഫായി പറഞ്ഞത് പ്രകാരം ഞങ്ങളിവിടെ വന്ന് അദ്ദേഹത്തെ കാണുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഇൻഷാല്ലാ. Thank you. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും യാത്രാവിലക്കും മൂലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ദുരിത ജീവിതം നയിക്കുന്ന ഇന്ത്യൻ പ്രവാസിക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ ഇടപെടലിലൂടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള വഴി തുറന്നു. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അബ്ദുൽ അലീമാണ് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയത്. 15 വർഷത്തിലേറെ സൗദി അറേബ്യയിൽ സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്ന അലീം ജോലി ചെയ്തിരുന്ന കാലത്ത് മാസത്തവണ വ്യവസ്ഥയിൽ ഒരു കാർ വാങ്ങിയിരുന്നു. എന്നാൽ വാഹനത്തിന്റെ മുഴുവൻ തുകയും അടച്ചു തീർക്കും മുമ്പ് ഭാര്യയുടെ ഗുരുതര ആരോഗ്യസ്ഥിതിയെ തുടർന്ന് അദ്ദേഹം അടിയന്തരമായി ഇന്ത്യയിലേക്ക് മടങ്ങി. പിന്നീട് ഭാര്യ മരണമടഞ്ഞതോടെ സമയബന്ധിതമായി സൗദിയിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. തുടർന്ന് പുതിയ വിസയിൽ ഹൗസ് ഡ്രൈവറായി വീണ്ടും സൗദിയിലെത്തിയെങ്കിലും പഴയ വാഹനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യത നിലനിന്നിരുന്നു. കുടിശ്ശിക തീർക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് അലീമിന് പക്ഷാഘാതം സംഭവിച്ച് ശരീരത്തിന്റെ ഒരു ഭാഗം തളരുകയും ചികിത്സയ്ക്കായി ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നതും. ചികിത്സയ്ക്ക് ശേഷം പരിചരിക്കാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്തതിനെ തുടർന്ന് ആശുപത്രിയുടെ ശുപാർശ പ്രകാരമായിരുന്നു വഖഫ് ദാറാഗും എന്ന അഭയകേന്ദ്രം അദ്ദേഹത്തെ ഏറ്റെടുത്തത്. ഇവിടെ കഴിയുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ദുരവസ്ഥ വാർത്തയാകുന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് MA യൂസഫ് അലി വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയായിരുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട കുടിശ്ശിക പൂർണ്ണമായും തീർത്ത് സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ ആവശ്യമായ ധനസഹായവും അദ്ദേഹം നൽകി. ഇതോടെ യാത്രാവിലക്ക് പിൻവലിക്കുന്നതിനുള്ള നിയമ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. MA യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം ലുലു ഗ്രൂപ്പിന്റെ സൗദി പ്രതിനിധികളായ ലുലു റീജിയണൽ ഡയറക്ടർ അബ്ദുൽ സലാം, ലുലു പ്രതിനിധി അബ്ദുൾ മജീദ് എന്നിവർ മുഹമ്മദ് അലീമിനെ സന്ദർശിക്കുകയും നാട്ടിലേക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിമാന ടിക്കറ്റും കൈമാറി. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹിക ക്ഷേമ വിഭാഗം അംഗം ഷമീർ നഖ്വിയും അലീമിനൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിൽ സഹായഹസ്തം നീട്ടിയ MA യൂസഫ് അലിക്കും നിയമഭരണ നടപടികൾ വേഗത്തിലാക്കാൻ സഹായിച്ച ഇന്ത്യൻ കോൺസുലേറ്റിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. ഹൈദരാബാദ് സ്വദേശിയ അലീമിൻ്റെ ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട യൂസുഫായി അറിയുകയും ഇതിൽ ഇടപെട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാനും ദാറക്കും പോലുള്ള അസോസിയേഷൻ്റെ സഹായത്തോടുകൂടി ഇത് ചെയ്ത് ആളെ ഇവിടെ നിന്ന് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കയറ്റി അയക്കുവാനുള്ള ഇൻസ്ട്രക്ഷൻ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ യൂസുഫായി പറഞ്ഞത് പ്രകാരം ഞങ്ങളിവിടെ വന്ന് അദ്ദേഹത്തെ കാണുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുമായും അതേപോലെ തന്നെ ഇവിടെയുള്ള സാമൂഹിക പ്രവർത്തകരുമായിട്ട് ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം അൽഹംദുലില്ലാ സന്തോഷം അറിയിക്കുകയാണ്. തുടർന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലുലുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവുമെന്ന് ഞങ്ങളുടെ ചെയർമാൻ യൂസുഫായി ഇത് എല്ലാവരെയും അറിയിക്കുവാനും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. With the full health. Inshallah.